ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഞാൻ സിനിമ റിവ്യൂ ആണ് കുറച്ച് നാളുകളായിട്ട് എൻ്റെ ചാനൽ ചെയ്യുന്നത്. വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യം അതാണ്, അവർ കൂടുതലും കാണുന്ന അതാണെന്ന് നമുക്ക് മനസ്സിലായി. എൻ്റെ മാത്രം താല്പര്യമല്ല, നിങ്ങളുടെ കൂടെ താല്പര്യം വേണമല്ലോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെയെങ്കിലും താല്പര്യം ഞാൻ കൺസിഡർ ചെയ്യണമല്ലോ. പക്ഷെ എന്നിരുന്നാലും എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റിൽ ഞാൻ ഇടക്കിടക്ക് കിടണം. അതല്ലേ എൻ്റെ ചാനലിനോട് നീതി പുലർത്തുക. അങ്ങനെ ആയിരിക്കെ ഞാൻ കുറെ കാലമായിട്ട്, കുറച്ച് നാളുകളായിട്ട് ഞാൻ നിർത്തി വെച്ചിരുന്ന, അല്ലെങ്കിൽ എനിക്ക് എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്ന ഒരു സബ്ജക്റ്റ്, ഒരു സംഭവം പിന്നെയും ഞാൻ എടുത്ത് പൊടിതട്ടിയെടുത്തു. അതിന് കാരണക്കാരൻ ആയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് റിവ്യൂ പറയാൻ പോകുന്നത്. ആ കാരണക്കാരൻ വേറെ ആരുമല്ല, ഒരു നല്ല നല്ല പുസ്തകമാണ്. യെസ്, പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയി പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പേര്, റാം കെയർ ഓഫ് ആനന്ദി. അങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ സത്യം പറഞ്ഞ ഈ പുസ്തകത്തെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. എൻ്റെ കുറെ അധികം സുഹൃത്തുക്കൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇതിന്റെ ഈ ഒരു അഭിപ്രായത്തെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ശരി താൻ ഈ പുസ്തകം വായിച്ചില്ലേ, താൻ ഇതൊരു വായിച്ചില്ലേ. അപ്പൊ ഞാൻ ഏത് പുസ്തകം? ഫേമസ് ആയിട്ടുള്ള, അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പുതിയ എഴുത്തുകാരെ ഞാൻ വായിക്കാറുണ്ട്. ഈ റീഡിങ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും അല്ല, എങ്കിലും ചിലതൊക്കെ പുതിയ എഴുത്തുകൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ച് ഞാൻ അറിയുകയും പരിചയപ്പെടാനിരിക്കുക. അപ്പൊ എൻ്റെ സുഹൃത്ത്, വളരെ അടുത്ത എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവളാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അവൾ ചോദിച്ചു, താൻ ഈ പുസ്തകം വായിച്ചില്ലേ, താൻ ഈ പുസ്തകത്തെ കുറിച്ച് ഒന്നും കേട്ടില്ലേ. ഞാൻ പറഞ്ഞു, എന്നോട് 2-3 പേര് ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ എന്താണ് സംഭവം, നീ എടോ ഭയങ്കര നല്ല പുസ്തകമാണെന്ന് പറയുന്നു, ഞാനിത് മസ്റ്റായിട്ട് വായിക്കണം, തനിക്ക് ഞാനിത് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കഴിഞ്ഞു. അവൾ എനിക്ക് അയച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് ഇത് വിളിച്ചു ചോദിക്കുന്നത്. അങ്ങനെ എൻ്റെ മകളുടെ പിറന്നാൾ ദിനത്തിൽ എനിക്ക് ഈ പുസ്തകം കിട്ടുകയുണ്ടായി. ഞാൻ ഈ പുസ്തകം 2 ദിവസങ്ങളിൽ തന്നെ വായിച്ച് തീർക്കുകയും ചെയ്തു. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീടിന്റെ 2-3 സ്റ്റോപ്പുകൾക്ക് അപ്പുറമുള്ള പാതിരാപ്പള്ളി എന്ന തീരദേശ ഗ്രാമത്തിലുള്ള അഖിൽ പി ധർമ്മജൻ എന്ന അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്, ഇതിന്റെ ഓണർ, ഇതിന്റെ അതോറിറ്റി. അത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം. ഇത്ര മനോഹരം, DC ബുക്സ് ഒക്കെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് വളരെയധികം കൂടുതൽ, പുസ്തകത്തിന്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം വിലയുള്ള, അത്യാവശ്യം വലിപ്പമുള്ള, ഏകദേശം ഏതാണ്ട് 350-400 അടുത്ത പേജുകളുള്ള ഒരു പുസ്തകമാണിത്. ഇതിന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന് തരംഗമാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഈ പുസ്തകം വായിക്കുക തന്നെ വേണം. പേപ്പർ ബാക്ക് പുസ്തകങ്ങൾ അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രൊമോഷനുകൾ വളരെ നല്ലതാണെന്ന് എനിക്ക് സ്വയം തോന്നി. എനിക്ക് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. ഞാനൊരു പുസ്തകം വായിച്ചു, വളരെ റീസെന്റ് ആയിട്ട്, വളരെ ഫ്രഷ് ആയിട്ടൊരു പുസ്തകം, ഫ്രഷ് എന്ന് പറയുന്ന പോലെ വായിച്ചു. അതിനെ വളരെ അഗാധമായി സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ അഖിൽ പി ധർമ്മജൻ എന്ന ആ എഴുത്തുകാരനോട് എനിക്ക് ഭയങ്കരമായ ആരാധനയും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നൊരൊറ്റ ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. ഇതിന്റെ വേറെ ഒരു കണ്ടന്റും ഞാൻ അത് പറയുകയില്ല. എനിക്കതിൽ ഒരു താല്പര്യവും ഇല്ല. അദ്ദേഹത്തിന് ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ ഇവിടെ പറയാം. നിങ്ങൾ ഈ പുസ്തകം ഒരു സിനിമാ കഥ കാണുന്ന പോലെ കാണണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനും അത് ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സിനിമാ കഥ കാണുന്ന പോലെ ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കും. ഒരു സംശയം, നിങ്ങൾ ആദ്യത്തെ പേജ് മുതൽ, ആമുഖം മുതൽ അതിന്റെ അവസാന പേജ് വരെ കണ്ണെടുക്കാതെ, കണ്ണ് ചിമ്മാതെ, മനസ്സ് മാറാതെ, അതിലെ കഥാപാത്രമായിക്കൊണ്ട്, ഒരു കാഴ്ചക്കാരനായിക്കൊണ്ട്, ഒരു കേൾവിക്കാരനായിക്കൊണ്ട് നിങ്ങൾ ഇത് വായിച്ചിരിക്കും. അത്രയ്ക്ക് മനോഹരമായ, അത്രയ്ക്ക് ഡീപ് കോറായ, അത്രയ്ക്ക് ഹേർട്ട്ഫുള്ളായ, അത്രയ്ക്ക് ലവബിൾ ആയിട്ടുള്ള, അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അതിമനോഹരമായ എഴുത്തുകൾ നിറഞ്ഞ, രചന നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, വിരഹം നിറഞ്ഞ, സർവൈവൽ നിറഞ്ഞ ഒരു പുസ്തകം. അത് ഈ നടക്കുന്ന നാടും നമ്മുടെ തൊട്ടടുത്ത നാട്ടിലാണ്. ഇതൊരു സാങ്കല്പിക കഥയായിട്ട് നമുക്ക് തോന്നുകയില്ല. ഓരോ മൊമെന്റിലും ഞാൻ ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, അഖിൽ പി ധർമ്മജന്റെ സ്വന്തം സ്റ്റോറി തന്നെയല്ലേ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് പലവട്ടം തോന്നിയിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലോ കയറി ഇത് ചോദിക്കും ഞാൻ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് 2 വാക്ക് നിങ്ങളോട് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് ഇത് തന്ന അഞ്ജു വേണു എന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇതുപോലൊരു പുസ്തകം ഞാൻ കുറച്ച് നാളുകളായിട്ട്, ഒരു 2-3 പുസ്തകങ്ങൾ എൻ്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. ഞാൻ വായിച്ച് പകുതി വെച്ച്, ബുക്ക് മാർക്ക് വെച്ച് പകുതി വെച്ച്, ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം മടി. പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ട് പേപ്പർ ബാക്കിലേക്ക് പോകാൻ പറ്റുന്നില്ല, ആ ഒരു മൈൻഡ് വരുന്നില്ല. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്നെ പിടിച്ചിരുത്തി ഒരൊറ്റ 2 ദിവസം കൊണ്ട്, എന്നെ 48 മണിക്കൂറുകൾ കൊണ്ട് എന്നെ വായിപ്പിച്ച് എൻ്റെ മനസ്സിനെ അവിടെ അടിച്ചിരുത്തി
വായിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളുള്ള ഒരു പുസ്തകമാണിത്. സോ മസ്റ്റ് വാച്ച് ഇൻ സിനിമ റിവ്യൂ പറഞ്ഞു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറഞ്ഞ പോലെ മസ്റ്റ് റീഡ്. നിങ്ങളിത് വാങ്ങിച്ചോ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിന്ന് എടുത്തോ, ലൈബ്രറിയിലൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും, അതൊക്കെ പോയോ നിങ്ങൾ ഇത് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രായത്തിലുള്ള ഒരു മനസ്സ്, അതായത് പുസ്തക വായന തുടങ്ങിയിട്ടുള്ള ഏതൊരു കുട്ടിക്കും ഏത് പ്രായം, അതായത് എനിക്ക് തോന്നുന്നു 17, 15, 16 തൊട്ട് ഏറ്റവും അറ്റ്ലീസ്റ്റ് പ്രായത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യർ വരെയും ഹൃദയത്തെ പലവട്ടം ഇത് വായിച്ച് ഞാൻ കരഞ്ഞു കേട്ടോ. ഓരോ പോയിന്റിലും ഓരോ അധ്യായത്തിലും എന്റെ കണ്ണുകൾ നിറയുകയും അവസാനങ്ങളിലേക്ക് എടുക്കുമ്പോൾ എന്നെ പൊട്ടിക്കരയുകയും ചെയ്യിച്ച ഒരു പുസ്തകം. സോ നിങ്ങൾ മസ്റ്റായിട്ടും വായിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കുക. ഒരു 48 മണിക്കൂറിലേക്കെങ്കിലും നിങ്ങളുടെ ലൈഫിനെ ഇത് മറ്റെല്ലാ കാര്യങ്ങളും മറയിപ്പിച്ചുകൊണ്ട്, ഈവൻ ഫോൺ പോലും എടുക്കാൻ സാധിക്കാത്ത, നോട്ടിഫിക്കേഷൻ പോലും ശ്രദ്ധിക്കാത്ത രീതിയിൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇതിനോടകം തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആണ്. എങ്കിലും എൻ്റെ വക കൂടെ കുറച്ചുകൂടെ ഒന്ന് ഊന്നി പറയുകയാണ്, മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കുക. വാങ്ങിച്ചു വായിക്കുകയോ കൂട്ടുകാരുടെ നിന്ന് മേടിച്ച് വാങ്ങിക്കുകയോ ചെയ്യുക. ഇതിനകം വായിച്ചിട്ടുള്ളവർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. സോ വൺസ് അഗെയിൻ താങ്ക് യു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് അഞ്ജു വേണു, ആൻഡ് താങ്ക്സ് ടു അഖിൽ പി ധർമ്മജൻ ഇങ്ങനൊരു ബുക്ക് റൈറ്റ് ചെയ്തതിനും അത് ഞങ്ങൾ മലയാളികളിലേക്ക് എത്തിച്ചതിനും. താങ്ക്സ് ടു DC Book 2 ഇത്രയും നല്ല ഒരു ബുക്കും കവറും പേജും ഒക്കെ ആയിട്ട് അത് ഇറക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതിനും ഞങ്ങളിലേക്ക് എത്തിച്ചതിനും. ഇനിയും കഥകൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേറൊരു റിവ്യൂമായി കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.